ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനം. ഈ തിരുവചനത്തിലൂടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആരാണ് ദൈവത്തിന് യോഗ്യനായിട്ടുള്ളവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ദൈവത്തെക്കാൾ അധികമായി എന്തിനെ നിങ്ങൾ സ്നേഹിച്ചാലും നിങ്ങൾ ആ ദൈവത്തിന് യോഗ്യനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്. കർത്താവിൻ്റെ മുന്നിൽ നിങ്ങൾ യോഗ്യനായി മാറണമെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക. അതുതന്നെയാണ് മോശ വഴി കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പനയും പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈശോ അതിനെ വീണ്ടും കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞു, ആ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് യോഗ്യനല്ലാതെ, കർത്താവിൻ്റെ മുന്നിൽ യോഗ്യനായി മാറാതെ നമ്മൾക്കൊന്നും ഒരനുഗ്രഹവും നമുക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. ഈ ഭൂമിയിലുള്ള എല്ലാത്തിലും ഉള്ള പ്രതീക്ഷ വിട്ടിട്ട് എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ആ കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാം. അങ്ങനെ കർത്താവിന് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായി ഇന്നു മുതൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നിങ്ങൾക്ക് ഇന്ന് ധാരാളം അനുഗ്രഹങ്ങളും സമാധാനവും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്നത് പോലെയല്ല, അതിനേക്കാൾ അധികമായി സമൃദ്ധമായി ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവിന് യോഗ്യനായി മാറ്റുമ്പോൾ, അതിനു വേണ്ട ശ്രമങ്ങൾ തുടരുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതെന്ന് നിങ്ങൾക്കിന്ന് അനുഭവിക്കുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.